ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ജാഷീസ് കുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെറൈറ്റി ആയിട്ടുള്ള ബിരിയാണി റെസിപ്പികൾ പരീക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്ന ബിരിയാണി ലവേഴ്സ് ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു കിടിലൻ ബിരിയാണി റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. നമ്മളുടെ ഈ ചാനലിൽ തന്നെ 10ഓളം ബിരിയാണി റെസിപ്പികൾ ഞാൻ മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു ബിരിയാണിയാണിത്. പാർട്ടികളിലും കല്യാണ വീടുകളിലും ഒഴിച്ചുകൂടാനാവാത്ത എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ചിക്കൻ കൊണ്ടാട്ടം ബിരിയാണി രൂപത്തിലാക്കിയാൽ എങ്ങനെയുണ്ടാകുമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള ബിരിയാണികളും മറ്റു റെസിപ്പികളൊക്കെ ഈ ചാനലിലൂടെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോസ് എല്ലാം മിസ്സാതെ കാണാനായി ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ കൂടെ കിട്ടുന്നുണ്ടെന്ന് ഒന്ന് ഉറപ്പുവരുത്താട്ടോ. ആദ്യം തന്നെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അതിനാക്കി കഴുകി വൃത്തിയാക്കി വെള്ളം നല്ലപോലെ വാർത്ത ചിക്കനിലേക്ക് 3 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്, ആവശ്യത്തിന് ഉപ്പ്, 2 ടേബിൾ സ്പൂൺ നാരങ്ങാനീര്, ഇത്രയും ചേർത്ത് നല്ലപോലെ ഒന്ന് കൈകൊണ്ട് കുഴച്ചെടുക്കാം. ഇത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലാണ് വെക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും കേട്ടോ. അരമണിക്കൂറിന് ശേഷം പിന്നെ നമുക്കിത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. 1 കിലോ ചിക്കനാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ചിക്കൻ കൊണ്ടാട്ടം ബിരിയാണി ആയതുകൊണ്ട് തന്നെ സാധാരണ ബിരിയാണിയിലുള്ള ചിക്കനേക്കാൾ സൈസ് കുറച്ചുകൂടെ ചെറുതാക്കിയിട്ടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. ഓയിലിന് പകരം ഒരു നാടൻ രുചി വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിലും വേണമെങ്കിൽ ഫ്രൈ ചെയ്യാം കേട്ടോ. ചിക്കൻ മുഴുവൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതേ ഓയിൽ സബോള കൂടെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഫ്രൈ ചെയ്യാൻ വേണ്ടി 2 വലിയ സബോള ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അടുത്തായിട്ട് ചിക്കൻ്റെ മസാല ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഈ ചിക്കനും സബോളയൊക്കെ ഫ്രൈ ചെയ്ത ഓയിൽ വലിയൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 5 ചുവന്ന മുളക് കഷ്ണങ്ങളാക്കിയത് ചേർത്ത് നന്നായി ഒന്ന് വഴറ്റാം. ഇനി ഒരു 3 ടേബിൾ സ്പൂൺ കൂടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കറിവേപ്പിലയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്നും കൂടെ വഴറ്റിയെടുക്കാം. റോസ്മെല്ലെല്ലാം നന്നായി മാറിയെന്ന് ഉറപ്പ് വന്നാൽ പിന്നെ നമുക്കിതിലേക്ക് നൈസായി അരിഞ്ഞ് സബോള ചേർക്കാം. വഴറ്റാനായിട്ട് ഒരു 4 വലിയ സബോള കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. സബോള നമുക്ക് നല്ല സോഫ്റ്റായി വരുന്നത് വരെ നല്ല പോലെ തന്നെ വഴറ്റണം. ഈ ഒരു പരുവത്തിലായിട്ട് സബോള വഴന്നു വന്നാൽ പിന്നെ നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ വേണ്ടത് മുളക് പൊടിയാണ്. കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ട് 1 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ഞാൻ ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത്, പിന്നെ ഏറ്റവും ലാസ്റ്റ് 2 ടീസ്പൂൺ മീറ്റ് മസാല പൗഡർ കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. മീറ്റ് മസാലയ്ക്ക് പകരം ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി കേട്ടോ. എൻ്റെ സാധാരണ ബിരിയാണിയിൽ നിന്നും ഈ ബിരിയാണി ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വ്യത്യാസം ഈ പൊടികൾ ചേർക്കുന്നതിൻ്റെ തന്നെയാണ് കേട്ടോ. ഞാൻ എൻ്റെ നോർമൽ ബിരിയാണിയിൽ മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയും ഒഴികെ വേറെ പൊടികളൊന്നും ചേർക്കാറില്ല. ഇത് അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ്, അതുകൊണ്ടാണ് കുരുമുളക് പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത ചിക്കൻ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കാം. ഈ ബിരിയാണിയുടെ മറ്റൊരു വ്യത്യാസം, നമ്മളിതിൽ തക്കാളി ചേർക്കുന്നില്ല, പകരം ടൊമാറ്റോ സോസാണ് ചേർക്കുന്നത്. ടൊമാറ്റോ സോസ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചാണ് ചേർക്കേണ്ടത്. ഞാനൊരു 3 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. എരിവ് കുറവ് പോലെ തോന്നിയപ്പോൾ 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. സോസിൻ്റെ ആ ടേസ്റ്റ് ബാലൻസ് ആവുന്ന തരത്തിൽ അത്രയും സ്പൈസി ആയിരിക്കണം മസാല. എരിവ് കുറഞ്ഞാൽ ഈ ബിരിയാണി അത്ര നന്നായിരിക്കില്ല. അതുകൊണ്ട് തീരെ എരിവ് പറ്റാത്തവർക്ക് ഈ ബിരിയാണി അത്രയ്ക്ക് അങ്ങനെ ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല കേട്ടോ. ഇനി ഏറ്റവും ലാസ്റ്റ് 1 ടേബിൾ സ്പൂൺ കൂടെ ക്രഷ് ചെയ്ത ചുവന്ന മുളകും 1/4 കപ്പ് വീതം മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ ബിരിയാണിയിലേക്കുള്ള ചിക്കൻ കൊണ്ടാട്ടം മസാല ഇവിടെ റെഡിയായി. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ തന്നെ കിടിലൻ ടേസ്റ്റാണ് കേട്ടോ. ഇനി ബിരിയാണിയിലേക്കുള്ള റൈസ് റെഡിയാക്കാം. അതിനായിട്ടൊരു വലിയ പാത്രം ചൂടാക്കി അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായാൽ ഏലക്കായ, പട്ട, കരിയാമ്പൂ, നല്ല ജീരകം ഇത്രയും ചേർക്കാം. ഇത് നല്ല പോലെ മൂപ്പായി വന്നാൽ പിന്നെ നമുക്കിതിലേക്ക് അരി വേവിക്കാനുള്ള വെള്ളം അളന്നൊഴിക്കാം.
വേവ് കൂടുതലുള്ള അരി ആയതുകൊണ്ട് തന്നെ 3 കപ്പ് അരിക്ക് 6 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വേവ് കുറവുള്ള അരിയാണെങ്കിൽ 1 കപ്പ് വെള്ളം കുറച്ചിട്ട് എടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഇതാ വെള്ളം നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഒപ്പം തന്നെ കഴുകി അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം വെള്ളം നല്ലപോലെ വാർത്ത അരിയും ചേർത്ത് കൊടുക്കാം. അരി നമുക്കിനി മൂടി വെച്ചാണ് വേവിച്ചെടുക്കേണ്ടത്. വെള്ളം ഏകദേശം പകുതിയോളം വറ്റി വരുമ്പോൾ മൂടി തുറന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒന്നുകൂടെ മൂടി വെച്ച് ഒരു 5 മിനിറ്റ് കൂടെ ലോ ഫ്ലെയിമിൽ വേവിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇപ്പോൾ നമ്മുടെ ബിരിയാണിയിലേക്കുള്ള റൈസും നല്ല പെർഫെക്റ്റായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ദമ്മിടാം അല്ലേ. റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ മസാലയിലേക്ക് ഫ്രൈ ചെയ്തിട്ടുള്ള സബോളയിൽ നിന്ന് പകുതി ഇട്ട് കൊടുക്കാം. അതിന് മുകളിലായിട്ട് വേവിച്ച റൈസിൽ നിന്നും പകുതി ഇട്ട് കൊടുക്കാം. നന്നായി നിരപ്പാക്കി കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള സബോളയിൽ നിന്നും പകുതി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ബാക്കിയുള്ള മുഴുവൻ റൈസും പിന്നെ മുഴുവൻ സബോള കൂടെ ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം മൂടി വെച്ച് 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്കൊന്ന് ദമ്മ് ചെയ്തെടുക്കാം. ഞാൻ റൈസ് വേവിക്കുമ്പോൾ വെള്ളത്തിൽ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. ഏറ്റവും മുകളിലായിട്ട് വേണമെങ്കിൽ കുറച്ച് മലയിലയും പുതിനയിലയും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മുടെ മസാലയിൽ അധികം ഗ്രേവി ഇല്ലാത്തത് കൊണ്ട് തന്നെ ദമ്മ് ചെയ്യുമ്പോൾ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കട്ടിയിൽ എന്തെങ്കിലും തട്ടോ അല്ലെങ്കിൽ പാനോ പാത്രത്തിൻ്റെ അടിയിലായിട്ട് വെച്ചെടുക്കാൻ മറക്കണ്ട കേട്ടോ. നമ്മുടെ സാധാരണ ബിരിയാണികളിൽ നിന്നൊക്കെ വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു ബിരിയാണിയാണിത്. അപ്പോൾ പറ്റുവാണെങ്കിൽ ഈ പെരുന്നാളിന് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് മറക്കാതെ കമൻറ്റായി അറിയിക്കുക. ഞാൻ മുന്നേ ഷെയർ ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ റൈസ് റെസിപ്പികളുടെയും വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യാനും മറക്കണ്ട കേട്ടോ. വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായം കമൻറ്റായി തന്നെ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് ഇതുപോലുള്ള ഈസി ടേസ്റ്റി വെറൈറ്റിയുമായിട്ടുള്ള റെസിപ്പിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരേക്കും ബൈ.